నమో వెంకటేశ నమో తిరుమలేశ എന്റെ ദൈവമേ, എപ്പോഴും ഉള്ളതുപോലെ എല്ലാവരും സന്തോഷത്തോടെ വന്നു പോകാൻ അനുഗ്രഹിക്കണം. കേൾക്കുന്നത് ദൈവത്തിന്റെ പാട്ട്, നൈവേദ്യവും മദ്യവും. ഇനി ഒരു പ്രാവശ്യം ആ പാട്ടിനെ കുറിച്ച് നീ വല്ലതും പറഞ്ഞാൽ നിന്നെ കൊന്നുകളി. ചേട്ടാ, അറിയാത്തോണ്ട് ചോദിക്കുക. ദിവസം ഈ ഭക്തിഗാനം കേൾക്കാൻ കാരണം എന്താ? അറിയാത്ത കാര്യങ്ങളൊക്കെ നീ എന്തിനാ ചോദിക്കുന്നേ? പറയേട്ടാ. ഒരു കാലത്ത് എന്റെ അച്ഛൻ ഇവിടെ ഒരു തിയേറ്റർ വെച്ചിരുന്നു. ഫസ്റ്റ് ഷോയ്ക്ക് മുമ്പ് ഈ പാട്ടാണ് ഇടുന്നത്. സമയം ശരിയല്ലാത്തതുകൊണ്ട് തിയേറ്റർ അടച്ചുപൂട്ടി. ആ സ്ഥലത്ത് തന്നെ ഞാൻ ഈ ധാബ തുടങ്ങി. ഞാൻ എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ദിവസം ഒരു പ്രാവശ്യം ഈ പാട്ട് കേൾക്കും. എന്താ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറ, ഞാൻ തന്നെ അങ്ങ് പാടിയേക്കാം. അല്ല, എല്ലാരും ചെത്തും. വന്നവരെയൊക്കെ പോയി സ്വീകരിക്കും. ചെല്ലേ, അവന്റെ കുറെ മണ്ടൻ സംശയങ്ങള്. ആഹാ, എടാ മണ്ട, അങ്ങോട്ട് നോക്കി. നമ്മുടെ ബാറിൽ എല്ലാവരും എന്ത് സന്തോഷത്തോടു കൂടിയാ മദ്യപിക്കുന്നത്. ഇത് മതി ചേട്ടാ. അവര് വെള്ളം അടിച്ചിട്ട് സന്തോഷായിട്ടിരിക്കുന്നു. നമുക്ക് പണം കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ പാവങ്ങള്, അവർക്ക് വീട്ടിൽ കുടിക്കാൻ കുറച്ച് കഞ്ഞി പോലും ഉണ്ടാവില്ല. എടാ, 10 പൈസക്ക് പ്രയോജനമില്ലാത്തവനെ. വീട്ടിൽ ഭാര്യയുടെ ഉപദ്രവം സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവരൊക്കെ നമ്മുടെ ബാറിൽ വന്ന് വെള്ളം അടിക്കുന്നത്. അടിക്കട്ടടാ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ളവരെല്ലാവരും സന്തോഷമായിട്ടായിരിക്കും. അതെ അതെ, എല്ലാവരും സന്തോഷത്തോടെ തണുപ്പുള്ള ബിയറും കഴിച്ചോണ്ട് ജോളിയായിട്ടിരിക്കും. അങ്ങോട്ട് നോക്കിയേട്ടാ, എന്റെ മനസ്സിൽ എന്താ തോന്നുന്നു വെച്ചാ, അയാൾക്ക് എന്തോ വലിയ മനപ്രയാസമുണ്ട്. എന്റെ ബാറിൽ കഷ്ടപ്പെട്ട് മദ്യപിക്കുന്നു. അതാ ചേട്ടാ എനിക്ക് മനസ്സിലാവുന്നു. എങ്കിൽ മാറി നിൽക്കേ. അവന്റെ കാര്യം എന്താണെന്ന് ഞാൻ പോയി നോക്കിട്ട് വരാം. നോക്കിട്ടോ. ഭയ്യ, നിങ്ങള് സന്തോഷത്തിന് വേണ്ടി കുടിക്കുവാണോ അതോ ദുഃഖത്തിന് വേണ്ടി കുടിക്കുവാണോ? വിഷമം മറക്കാൻ വേണ്ടി കുടിക്കുകയാണ് ഞാൻ. ഓഹോ, നിങ്ങളുടെ വിഷമം ഞാൻ തീർത്തു തരാം. 1 മിനിറ്റ്. നിങ്ങളുടെ വിഷമം എന്താണെന്ന് പറ. നിങ്ങൾ ലവ് ഫെയിലിയർ ആയോ? ലവ് ഫെയിലിയർ ഒന്നല്ല, പക്ഷേ എന്റേത് ഫെയിലിയർ ലവ് സ്റ്റോറിയാ. രണ്ടും ഒന്ന് തന്നെയല്ലേ? എടാ, പ്രേമിക്കുന്നതിന് മുന്നേ പിരിഞ്ഞ അത് ലവ് ഫെയിലിയർ. പക്ഷേ പ്രേമിച്ചതിന് ശേഷം പിരിഞ്ഞാൽ ഫെയിലിയർ ലവ് എന്ന് പറയാറുണ്ട്. സൂപ്പറാ. എങ്ങനെയോ എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കും. പറയൂ ബ്രദർ, നിങ്ങളുടെ ലവറിന്റെ പേരെന്താ? അരുൺ. സന്ധ്യ. കൊള്ളാമല്ലോ. ഇപ്പൊ പറ ബ്രദർ, നമ്മുടെ ലവ് സ്റ്റോറി എന്താ? നമ്മുടെ ലവ് സ്റ്റോറി എന്താണോ? സോറി ബ്രദർ, നിങ്ങളുടെ ലവ് സ്റ്റോറി. ഇത് എന്റെ ലവ് സ്റ്റോറിയാടാ, എന്റെ മാത്രം ലവ് സ്റ്റോറിയാ. അതറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാൻ പോവാ? ഇവിടെ വരുന്നവരെല്ലാവരും വളരെ സന്തോഷത്തോടെ തിരിച്ചു പോണം. പക്ഷെ നീ വിഷമിച്ചിരിക്കുക. എന്തെങ്കിലും പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവൂ. പറ ബ്രദർ. എന്ത് പറയാനാടാ? അത് തന്നെ, നമ്മുടെ ലവ് സ്റ്റോറി. ഇല്ല, നിങ്ങളുടെ ലവ് സ്റ്റോറി പറ. ഇഷ്ടം പറയും. എന്റെ അമ്മോ, ഫ്ലവർ, ബുക്സ്. സോറി അരുൺ, ഈ ഫ്ലവർ നിനക്കുള്ളതാ. ഞാൻ ഇത്ര പ്രാവശ്യം പ്രപ്പോസ് ചെയ്തിട്ടും എന്താ എന്റെ ലവ് അക്സെപ്റ്റ് ചെയ്യാത്തെ? നോക്കിയ പെണ്ണെ, നീ എന്നെ പ്രപ്പോസ് ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് പ്രേമിക്കാൻ പറ്റില്ല. എനിക്ക് എങ്ങനെ തോന്നിയെങ്കിൽ ഞാൻ നിന്നെ പ്രേമിക്കാം.
അതുപോലെ എനിക്ക് നിന്നോട് പ്രേമം വന്നാ ഞാൻ നിനക്ക് പ്രപ്പോസ് ചെയ്യാം. ഞാൻ നിനക്ക് പ്രപ്പോസ് ചെയ്തില്ല, അപ്പോ ഞാൻ നിന്നെ പ്രേമിക്കുന്നില്ലെന്നർത്ഥം. ഞാൻ നിന്നെ പ്രേമിക്കാത്ത സ്ഥിതിക്ക് നീ എനിക്ക് എത്ര തവണ പ്രപ്പോസ് ചെയ്താലും അത് ഏൽക്കൂല. എന്തായി പറയുന്നേ? ഞാനിങ്ങനെ പറഞ്ഞെന്ന് വെച്ച് നീ ഒന്നും ചെയ്യല കേട്ടോ. നന്നായിട്ട് പഠിക്കേ. പറ്റിയ മുഖത്തെ പൗഡർ ഒന്ന് കുറച്ചേക്ക്, നല്ല ഭംഗിയുണ്ടാവും. അപ്പൊ നീ വേറെ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഞാൻ അത്ര പെട്ടെന്ന് ആരെയും പ്രേമിക്കില്ല, പക്ഷെ പ്രേമിച്ചാ ജീവന് തുല്യം സ്നേഹിക്കും. എന്തായാലും നീ എവിടെങ്കിലും പോയി ഒന്ന് വീഴും. ആ അവന് പൂ വേണ്ടെന്നല്ലേ പറഞ്ഞത്? ആ പൂ എനിക്കൊന്നേക്ക്. ഇഡിയറ്റ്. അതെന്താ നിന്റെ തന്തയുടെ പേരാണോ? ആ, ഹലോ, നല്ലപോലെ ആലോചിക്കേ. പൂ അങ്ങനെ കൊണ്ടുവരുന്ന വാടിപ്പോകത്തേ ഉള്ളൂ. അത് ആർക്കെങ്കിലും കൊടുക്കുന്നതല്ലേ നല്ലത്. ഇങ്ങനെ എന്താ ഈ കോളേജ് നല്ല പെമ്പിളരുന്നില്ലല്ലോ. അതാരാ? അതാ അവിടെ. ആ, ആർക്കും എന്നൊരു വിലയില്ലതായി പോയല്ലോ. എന്താടാ അവരുടെ അടുത്തുനിന്ന് നിനക്ക് ചീത്ത കേൾക്കണോടാ? നിനക്ക് അങ്ങനെയാണോ മനസ്സിലായത്? ഞാൻ എല്ലാവരോടും ചോദിച്ചായിരുന്നു. എന്താ? ഈ കോളേജിലുള്ള എല്ലാവർക്കും ആരെയാണ് കൂടുതൽ ഇഷ്ടമെന്ന്. അവരെല്ലാവരും ഹിന്ദിയിലാണ് ആൻസർ പറഞ്ഞത്. എന്തെന്ന്? തൂന്ന്. ആ. അവനെവിടാ? ഇവനെവിടെ കാണുന്നില്ലല്ലോ. ആ, ദാണ്ട് വരുന്നു. ഒന്ന് പെട്ടെന്ന് വാടാ. ആ ഇതാ വരാ. എന്താടാ? മുട്ട ഓടിയാടാ. എടാ, വാ. ശരി വാ, നന്നായിട്ട് എഴുത്. ആ, ആ, ശരി. ഡാ, ശരി, വരാം. എനിക്ക് എക്സാം ഉണ്ടോ? ഒരു ഓൾ ദ ബെസ്റ്റ് പറ. അയ്യോ സോറിടാ, ബൈ. ഒരുത്തനും ഓൾ ദ ബെസ്റ്റ് പറയില്ല. അച്ഛനോ? വിഷയം വേണ്ടി വിളിച്ചായിരിക്കും. ആ അച്ഛാ, നീ എവിടെയാണടാ? ഇന്നെങ്കിലും ഇങ്ങോട്ട് വരുവോ? ലാസ്റ്റ് എക്സാം അല്ലേ അച്ഛാ, ഞാൻ എത്തും. അതെ, തേർഡ് ഇയറും കഴിഞ്ഞു പോയി. ഇനിയുള്ളത് ഒരു ഇയറാണ്. എനിക്ക് എപ്പോഴാണ് മരുമോളെ കൊണ്ടുവരുന്നേ? മോൻ എക്സാം എഴുതാൻ പോകുമ്പോ ഏത് അച്ഛനായാലും ഓൾ ദ ബെസ്റ്റ് പറയാ. ഇങ്ങനെ മരുമോള് പാചകക്കാരി ഒന്നും പറയില്ല. ഡാ, ഞാൻ പറയുന്ന ഒന്ന് അങ്ങോട്ട് കേക്കടാ. എന്റെ പൊന്നു പിതാവേ, എനിക്ക് എക്സാം ഉണ്ട്. ബായ്. ഏ Hi! All the best! ഹലോ, വൈ ആർ യു കമ്മിങ് ലേറ്റ്? സോറി. സർ സർ അത് വാട്ട് ഇസ് ദ ടൈം? 2 മിനിറ്റ് ലേറ്റ് ആയി സർ. നോട്ട് അലൗഡ്. ഗെറ്റ് ഔട്ട്. ഔട്ട്. പ്ലീസ് What? സർ. എന്താ ഇത്? ക്വസ്റ്റ്യൻ പേപ്പർ ചേഞ്ച് ആയിട്ടുണ്ടല്ലോ. ഇത് അവന്റെ പണിയായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ എന്തിനാ ചേഞ്ച് ചെയ്ത? ക്വസ്റ്റ്യൻ പേപ്പർ എന്തിനാ മാസ്റ്റർ മാറ്റിയത്? എനിക്കൊന്നും അറിയില്ല. പറയ് മുത്തേ. നിന്നോടാ ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ എന്തിനാ ചേഞ്ച് ചെയ്തെന്ന്. പറ എന്റെ മുത്തേ. ആ, ഏയ്, അത് ചെയ്യിപ്പിച്ചത് ഞാനാടാ. ഞാൻ വിചാരിച്ചടാ ഇതിന്റെ പുറകിൽ നീയാണെന്ന്. എന്തിനാടാ എപ്പോഴും എന്റെ ഇടയ്ക്ക് കയറി വരുന്നത്? നീ കറക്റ്റ് ആണെങ്കിൽ ഞാൻ എന്തിനാടാ ഇടയ്ക്ക് കയറി വരുന്നത്? നിനക്ക് ഞാൻ ആരാണെന്ന് ശരിക്കും മനസ്സിലായിട്ടില്ല. ഡാ, ഈ കോളേജിനൊരു ചെയർമാൻ, ആ ചെയർമാൻ ഒരു മോനും ആണെങ്കിൽ എന്താടാ? ആ, നീ ആരാണെങ്കിലും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ വെറുതെ ഇരിക്കില്ല. 3 വർഷമായിട്ട് ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പൊ നിങ്ങൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നേ? ഡാ കിഴങ്ങാ, മഹാഭാരതത്തിലെ ശ്രീകൃഷ്ണൻ ശിശുപാലൻ 100 തെറ്റ് ചെയ്യുന്നത് വരെ ഒന്നും ചെയ്തില്ല. ഇവിടെ മഹാഭാരതം ഈ കോളേജാണ്. ഇവിടെ ഇവൻ ശിശുപാലനാണെങ്കിൽ ഞാൻ ശ്രീകൃഷ്ണനെ പോലെടാ. എന്റെ ദൈവമേ, ദാ എടാ, ദൈവം വന്നിരിക്കുന്നു കണ്ടോ? സാറേ, ദൈവം നിലത്തിറങ്ങി വന്നിരിക്കുക. കാല് പിടിച്ചോളൂ. എന്റെ പൊന്നു മോനെ, ഇത് നമ്മുടെ ഫൈനൽ ഇയറാ. ഇതിൽ ഞാൻ ശരിക്കും കളിക്കോടാ.
നിനക്കെന്നെ തല്ലണമെന്നൊക്കെ തോന്നും. അങ്ങനെ സംഭവിക്കുമ്പോ നിന്നെ ഈ കോളേജിൽ നിന്ന് പുറത്താക്കോടാ. എന്റെ അമ്മേ, നിങ്ങൾ ചാൻസ് മിസ് ചെയ്തല്ലടാ. എന്താന്ന് വെച്ചാ ഞാൻ ഇപ്പോഴാ ഡിസൈഡ് ചെയ്തേ, ഈ കോളേജ് വിട്ട് പോകുന്ന ഐഡിയ എനിക്ക് ഒട്ടുമില്ല കേട്ടോ. എന്താന്ന് വെച്ചാ താഴെ ഒരു അടിപൊളി പെണ്ണിനെ കണ്ടു. പക്ഷേ നിങ്ങളുടെ ജോലി നിങ്ങൾ നോക്ക്. ഓൾ ദി ബെസ്റ്റ് സുന്ദര, ഓൾ ദി ബെസ്റ്റ് ക്യൂട്ട് ബോയ്. എടാ പുന്നാര മോനെ, നിന്റെ കാര്യം പോക്കാടാ. നീയും നിന്റെ പ്രേമൊക്കെ ഞാൻ ശരിയാക്കി തരാം. ഹേയ് ഒരു മിനിറ്റ് അവിടെ ഇരിക്കാം. ശരി, എന്നാ അവിടെ ഇരിക്കാം. ഉം. എനിക്ക് കുറച്ച് വർക്കുണ്ട് സന്ധ്യ. നീ ഇവിടെ തന്നെ ഇരിക്കെ, ഞാനൊരു 5 നിമിഷത്തിൽ ശരി, ഞാൻ വരാം. ഓക്കെ ബൈ. ബൈ. ഇന്ന് രാവിലെ എക്സാം ഹാളിൽ വെച്ച് ഒരു പെണ്ണ് എനിക്ക് വിഷ് ചെയ്തടാ. അവൾ എനിക്ക് എക്സാമിന് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ പോലെയല്ല, എന്റെ ലവിന് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ പോലെ എനിക്ക് തോന്നിയത്. അവൾ എന്ത് ഭംഗിയാന്നറിയോ, എവിടെയുണ്ടെന്ന് അറിയില്ല. ആരാന്ന് പറയണേ? എനിക്കെങ്ങനെ അറിയാനാ? അവള് സ്റ്റുഡന്റാ. നിന്നോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അവൾ എനിക്ക് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞില്ലേ? ഓ, എന്നാ അവിടെ കാണാം. ചാപ്പ്. ശരി, നീ പോയി ബൈക്ക് എടുക്കുക. എവിടെയാ എവിടെയാ എവിടെയാ, എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം. യെസ്. എക്സ്ക്യൂസ് മീ ഹായ്. യെസ്. നിങ്ങൾ എനിക്ക് രാവിലെ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ടാ ഞാൻ എക്സാം അടിപൊളിയായിട്ട് എഴുതിയത്. താങ്ക്സ്. ഞാൻ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞത് നിങ്ങൾക്കല്ലല്ലോ. നിങ്ങൾ ആർക്ക് പറഞ്ഞു എന്നുള്ളത് ഇമ്പോർട്ടന്റ് അല്ല, എനിക്ക് ആ കാര്യം മനസ്സിലായോ, എനിക്കത് കേട്ടോ എന്നുള്ളതാണ് മാറ്റർ. എന്ന് വെച്ചാ അങ്ങനെയെന്ന് ചോദിച്ചാ, ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് പറഞ്ഞോ അതോ എനിക്ക് പറഞ്ഞോ? എല്ലാവർക്കും വേണ്ടി പറഞ്ഞ പോലെ ഇതും. എന്ന് വെച്ചാ നിന്റെ അച്ഛൻ കോടീശ്വരനല്ലേ? അതെ. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഈ ബ്രെയിൻ വെച്ചിട്ട് ഡിഗ്രി പാസ് ചെയ്യുന്നത് കഷ്ടമല്ലേ? നിങ്ങള് മോഹൻലാൽ ഫാനാണോ? യാ, നിനക്കെങ്ങനെ അറിയാം? നിങ്ങൾക്ക് ഒട്ടും ചേരില്ല. അതൊക്കെ പോട്ടെ, ഏത് ഇയറാ? 3rd year. 3rd ഇയറോ? ഞാൻ നിന്നെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അതായത് ന്യൂ അഡ്മിഷൻ, മൈഗ്രേറ്റഡ് ഫ്രം അതർ കോളേജ്. എനിക്ക് വേണ്ടി വന്ന പോലെ ഉണ്ട്. നിങ്ങളുടെ പേരെന്താ? സന്ധ്യ. സന്ധ്യ. ഇവനിവിടെ എന്താ ചെയ്യുന്നത്? ബ്യൂട്ടിഫുൾ നെയിം. എന്റെ പേര് അരുൺ. 4th year.